എല്ലാവർക്കും മാജിക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രാവിലെ തിരക്ക് പിടിച്ച കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത ഒരു കറി, അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ മഴയൊക്കെ ഉണ്ട്, ചെറിയ തോതിലുള്ള മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, അതായത് കുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും ഉള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ദോശയ്ക്കൊക്കെ പറ്റിയൊരു ടേസ്റ്റ്, ദോശയ്ക്കും ചപ്പാത്തിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറിനും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇങ്ങനെ എന്താ പറയുക, ഒരു ചതച്ചെടുക്കുന്ന പോലെ അല്ല, നല്ല രീതിയിൽ പേസ്റ്റായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതായി കാണുന്ന പോലെ നല്ല രീതിയിലൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ഗ്രീൻ പീസിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജാറിലും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ദോശയും കൂടി ചുടുന്നുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി കാസർഗോഡ് സ്പെഷ്യൽ നീർദോശ. അപ്പോൾ നീർദോശ ചുടുന്നുണ്ട് ഞാൻ. അപ്പം നിങ്ങൾക്കൊക്കെ രാവിലെ എന്താണ് ചായക്കുന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടണം. ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കടുക് വറുത്തിട്ടുണ്ടെങ്കിൽ കറി സൂപ്പറാകും കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചീഞ്ചട്ടി എടുത്ത് വെക്കാം. അപ്പോൾ ഈ ചീഞ്ചട്ടീൻ്റെ ഭംഗി കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, ഞാനിത് സ്ഥിരമായിട്ട് അതുപോലെ കടുക് വറുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ പെരുംജീരകം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, പെരുംജീരകമാണ്. അപ്പോൾ പെരുംജീരകത്തിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു മണവും കറിക്ക് വരും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്, ഇത് കരിഞ്ഞു പോയെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. കരിഞ്ഞു പോയതല്ല, ഇത് വെറുതെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.